ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. റിലേഷൻഷിപ്പിലുള്ള സ്ത്രീകൾ എല്ലാവരും തന്നെ അവരുടെ പുരുഷനിൽ നിന്നും പല പല കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരും പല കാര്യങ്ങളും ആഗ്രഹിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടി പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ സ്ത്രീകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റൊമാൻസ് ആണ്. ചില പുരുഷന്മാർ കല്യാണത്തിനൊക്കെ മുമ്പ് ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു റൊമാൻസ് പതിയെ പതിയെ കുറഞ്ഞു വരും. പിന്നീട് അത് ഒട്ടും ഇല്ലാതെയാകാറുമുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് അവരോട് കുറച്ച് റൊമാൻസ് ഒക്കെ കാണിക്കുന്ന പുരുഷന്മാരെയാണ് ഇഷ്ടം. റൊമാൻസ് എന്ന് പറയുന്നത് പരസ്പരം ബഹുമാനിക്കുന്നതും അതേപോലെ തന്നെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കെയർ ചെയ്യുക, മാനസികമായ അടുപ്പം, ടൈം സ്പെൻഡിങ്, ഫിസിക്കൽ ടച്ച് ഒക്കെ കൂടി ഉള്ളതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയുടെ അടുത്ത് നല്ല റൊമാൻറ്റിക് ആകാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സ്ത്രീകൾ എല്ലാവരും തന്നെ സ്വന്തം പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള റൊമാൻസാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയമാണ്. പുരുഷന്മാരൊക്കെ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് റിലേഷൻഷിപ്പിലൊക്കെ ആയി കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പതിയെ പതിയെ അവരുടെ ഉള്ളിൽ ആ പഴയ പ്രണയം ഇല്ലാതെയാകാറുണ്ട്. ഒരു പക്ഷേ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ഒക്കെയാണ് ഇതിന് കാരണമാകുന്നത്. എല്ലാവരുമല്ല, വളരെ ചുരുക്കം ആളുകൾ. എന്നാൽ നിങ്ങളുടെ പെൺകുട്ടിക്ക് നിങ്ങൾ ആദ്യം പ്രണയിച്ചിരുന്നത് പോലെയുള്ള ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം തന്നെയാണ് നിങ്ങളിൽ നിന്നും എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞാലും നിങ്ങൾ അവരെ നന്നായിട്ട് പ്രണയിക്കുക. പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവരെ കിസ് ചെയ്യാം, ഹഗ് ചെയ്യാം, നിങ്ങളുടെ നെഞ്ചിൽ കിടത്താം. അതേപോലെ തന്നെ അവൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നിങ്ങളൊന്ന് അടുത്തു പോയിരിക്കുക, അവളുടെ കൈകളൊന്ന് മുറുക്കെ പിടിക്കുക, അതേപോലെ തന്നെ അവളൊന്ന് ചേർത്ത് ഹഗ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുള്ള വിഷമം അല്ലെങ്കിൽ ടെൻഷൻ ഇതൊക്കെ മാറുകയും നിങ്ങളോട് ഇഷ്ടം കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കല്യാണത്തിന് ശേഷവും നിങ്ങളുടെ ആ ഒരു പെൺകുട്ടീനെ നന്നായിട്ട് പ്രണയിക്കുക. ഇതാണ് എല്ലാ പെൺകുട്ടികളും നിങ്ങൾ പുരുഷന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സർപ്രൈസ് ആണ്. നമുക്കറിയാം, ഏതൊരു പെൺകുട്ടിക്കും സർപ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പൊതുവെ എല്ലാവരും സർപ്രൈസൊക്കെ കൊടുക്കുക ബർത്ത്ഡേക്കായിരിക്കും അല്ലേ? എന്നാൽ ബർത്ത്ഡേക്കൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സർപ്രൈസസൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ സർപ്രൈസായിട്ട്, അതായത് നിങ്ങൾ അവർ പ്രതീക്ഷിക്കാത്ത ടൈമിൽ അവർക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് നിങ്ങളുള്ളൊരു സ്നേഹം കൂട്ടാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും കൊടുക്കേണ്ട. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും മതി. ഒരു ഫ്ലവർ, ചോക്ലേറ്റ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞ് എന്തെങ്കിലും ഒരു കുഞ്ഞു ഗിഫ്റ്റ് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. പ്രതീക്ഷിക്കാതെ ഓരോ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും അവർ നന്നായിട്ട് സർപ്രൈസ് ആകും. സോ മൂന്നാമതായിട്ട് ഒരു പെൺകുട്ടി പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കാതെയുള്ള ഇങ്ങനത്തെ സർപ്രൈസസും ഗിഫ്റ്റുകളും ഒക്കെയാണ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് ആവശ്യം അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുരുഷനെയാണ്. അതായത് നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സപ്പോർട്ടീവ്. ഏതൊരു പെണ്ണിൻ്റെയും സ്വപ്നമാണ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുരുഷൻ. അവളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ ചിറക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അതായത് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വേണം മുൻകൈ എടുത്തിട്ട് അതൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി. അതേപോലെ തന്നെ അവളുടെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ അവളോട് പെരുമാറാൻ വേണ്ടിയിട്ട്. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ കെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നിട്ട് അത് അവരോട് പറയുക. ഇതൊക്കെ അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. വലിയ വലിയ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന കെയർ, അല്ലെങ്കിൽ നിങ്ങൾ അവൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, ഇതൊക്കെയാണ് ഏതൊരു പെണ്ണിൻ്റെയും അഭിമാനം അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ച് അവളോട് പെരുമാറുക. അവൾക്ക് വേണ്ട പ്രോത്സാഹനം, അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങളത് കൊടുക്കുക. സ്നേഹിക്കുന്ന വ്യക്തിയുടെ സൈഡിൽ നിന്നും കിട്ടുന്ന പ്രോത്സാഹനം അല്ലെങ്കിൽ സപ്പോർട്ട്, ഇതൊക്കെയാണ് ഏതൊരു പെണ്ണിൻ്റെയും സന്തോഷവും അഭിമാനവും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ആ ഒരു പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് എല്ലാ പെൺകുട്ടികളും അവരുടെ പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യവും. ഇനി 5th പോയിന്റ് എന്താണെന്ന് നോക്കാം. 5th പോയിന്റ് എന്ന് പറയുന്നത് ലിസണറാണ്. പലർക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര നിസ്സാരമായിട്ടൊക്കെ തോന്നാം. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടികൾ പൊതുവെ ഒരുപാട് സംസാരിക്കുന്നവരാണ്. അവരെ കേട്ടിരിക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്ന ഒരു കാര്യവുമാണ്. നിങ്ങൾ ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുക. അതിനൊക്കെ നല്ല സപ്പോർട്ടും അല്ലെങ്കിൽ റെസ്പോൺസും ഒക്കെ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. പിന്നെ നമ്മളെ ഒരാൾ കേട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരനുഗ്രഹം തന്നെയാണ് അല്ലേ? നമ്മളുടെ വിഷമങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോട് ഷെയർ ചെയ്യുമ്പോൾ മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടാൻ അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിൽ നിങ്ങളുടെ പെൺകുട്ടി അവളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവളുടെ സന്തോഷങ്ങൾ എന്തോ ആയിക്കോട്ടെ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളെല്ലാവരും അത് ലിസൺ ചെയ്യുക. എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ അതിന് കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് ഏതൊരു പെൺകുട്ടിയും അവൾ സ്നേഹിക്കുന്ന അവളുടെ പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം. ഇനി ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, അതായത് റൊമാൻസ്, പ്രണയം, അതേപോലെ തന്നെ സർപ്രൈസസ്, സപ്പോർട്ടീവ്, ലിസണർ, നിങ്ങൾ ഈ പറയുന്ന 5 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിക്ക് ചെയ്തു കൊടുത്താൽ മതി. അവൾ ഇത് മാത്രമായിരിക്കും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.